നമുക്കിനി ഇന്ത്യയുടെ വിവിധങ്ങളായിട്ടുള്ള വിദേശ നയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ. അതിൽ പീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമാധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ സമാധാനം നിലനിർത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആവശ്യം തന്നെയാണ്. അപ്പം മെയിൻറ്റെയിനിങ് വേൾഡ് പീസ് അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇന്ത്യ കൈകൊള്ളുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ഇതിനൊക്കെ ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യകാലങ്ങളിൽ ഇന്ത്യ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യയും വിവിധങ്ങളായിട്ടുള്ള ഏജൻസീസും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഈ സമാധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ആൻഡ് യുഎൻഒ യുണൈറ്റഡ് നേഷൻസ് നമുക്കറിയാം 1945 ശേഷം രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഫോം ചെയ്യുന്നതാണ്. സമാധാനം നിലനിർത്തുക അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷത്തിൽ രാജ്യങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക വിവിധ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് UN വന്നത്. അപ്പൊ ഇന്ത്യയും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നൊരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മനുഷ്യക്കടത്ത്, ഇനീക്വാലിറ്റി തുടങ്ങിയവയൊക്കെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു രാജ്യം കൂടിയായിട്ട് വരുന്നുണ്ട്. ഇന്ത്യ കൂടുതലും ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ സമാധാനം നിലനിർത്താം എന്നുള്ള ഉദാഹരണത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യവും അതിനുവേണ്ടിയുള്ള മാതൃക നൽകുന്ന രാജ്യം. അപ്പൊ ഇന്ത്യ UNOയിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഈ ഒരു സമാധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനം കുറച്ചും കൂടെ വിപുലമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പലപ്പോഴായിട്ട് UNOന്റെ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് ഇന്ത്യയും യുണൈറ്റഡ് നേഷൻസും തമ്മിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ദെൻ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, നാം എന്തായിരുന്നു നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞല്ലേ. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാം എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് മാറിക്കൊണ്ട് USA അല്ലെങ്കിൽ USSRന്റെ കൂടെ നിൽക്കുക എന്നു മാറി ചിന്തിച്ചുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുക എന്നൊരു ആശയമായിരുന്നു നാം മുന്നോട്ട് വെച്ചത്. ദെൻ അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളും അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഓരോ രാജ്യങ്ങളും അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇല്ലിട്രസി അതായത് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അരക്ഷിതാവസ്ഥ എന്നിവയ്ക്കൊക്കെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. ഇന്ത്യ അത്തരത്തിൽ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഒന്നാണ് പഞ്ചശീൽ എഗ്രിമെന്റ്. ഇന്ത്യയും ചൈനയും തമ്മിൽ വന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് പഞ്ചശീൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ ചൈന നമുക്കറിയാം ഒരു ബോർഡർ സ്റ്റേറ്റ്സ് ആണ്, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ നിരന്തരം കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴായിട്ട് ഉണ്ടാവുമ്പോൾ അത്തരം ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1956 പഞ്ചശീൽ എഗ്രിമെന്റ് വരുന്നത്. പഞ്ചശീൽ എഗ്രിമെന്റ് പ്രകാരം പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന 5 ആശയങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും 2 രാജ്യങ്ങളും തമ്മിൽ സമാധാനം നിലനിർത്തുക, 2 രാജ്യങ്ങളും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, 2 രാജ്യങ്ങളും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, 2 രാജ്യങ്ങളും സമത്വത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ദെൻ നോൺ അഗ്രസീവ് ആയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വിദ്വേഷം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. കാരണം 5 തത്വങ്ങളായിരുന്നു പഞ്ചശീൽ എഗ്രിമെന്റ് പ്രകാരം ഉണ്ടായിരുന്നത്. നോൺ അഗ്രഷൻ, നോട്ട് ഇന്റർഫിയറൻസ്, ഈക്വാലിറ്റി, മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, നോൺ ഇന്റർഫിയറൻസ് ഇൻ ഇന്റേണൽ അഫയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പഞ്ചശീൽ എഗ്രിമെന്റ് പ്രകാരം മുന്നോട്ട് വെച്ചത്. ദെൻ ഇന്ത്യയും റേസിസവുമായിട്ട് ഇന്ത്യ ഒരു ആന്റി റേസിസ്റ്റ് അപ്രോച്ചാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് തന്നെ റേസിസത്തിനെ എതിർത്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള റേസിസം വംശീയപരമായിട്ട് എന്തിൻ്റെയൊക്കെ പേരിൽ വംശീയപരമായിട്ടുള്ള മാറ്റി നിർത്തലുണ്ടോ അതിനൊക്കെയും ഇന്ത്യ എതിർക്കുന്നുണ്ട്. ദെൻ ഇന്ത്യ വാസ് എഗെയിൻസ്റ്റ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന ആശയത്തിനും ഇന്ത്യ എതിരായിരുന്നു. കോളനിവൽക്കരണത്തിന് ശേഷം ഈ USAന്റെയും USSRന്റെയും അമിത പ്രാതിനിധ്യം കാരണം ഒരുപാട് രാജ്യങ്ങൾ ഇവരുടെ കീഴിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കോളനിവൽക്കരണം പലയിടത്തായിട്ട് കോൾഡ് വാറിന്റെ സമയത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പ്രവർത്തനത്തിനെയാണ് ഇന്ത്യ എതിർത്തത്. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ, കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ അതൊരു അടിമ സമ്പ്രദായമായിട്ടാണ് ഇന്ത്യ പറയുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ കീഴിൽ കിടക്കുന്ന ഒരു അവസ്ഥ, അത് നിയോ കൊളോണിയലിസം ആയാലും അങ്ങനെ തന്നെയാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് ഓരോ രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്നാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച ആശയം. അടുത്തതായിട്ട് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അതിന്റെ ഭരണഘടനയിൽ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശത്തിന് പ്രാതിനിധ്യം നൽകിയിട്ടുള്ളതാണ്. മനുഷ്യാവകാശം എന്ന് പറഞ്ഞ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നു അവിടെയൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തനവും ഉണ്ടാവണം. അപ്പോൾ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇന്ത്യയുടെ തത്വം പ്രകാരം എന്താണ്?
ഈക്വാലിറ്റി, സമത്വം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെ. ആ സമത്വം എന്നുള്ള ആശയത്തിനുള്ളിൽ തന്നെ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നുണ്ട്. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അനീതികൾ ഇല്ലാതാക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും, നിർദ്ദേശക തത്വങ്ങളും അത്തരം ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ്. ഇതിന് പുറമെ ഇന്ത്യൻ ഭരണഘടന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടും അല്ലാതെയും SC/ST അസോസിയേഷൻസ്, OBC അസോസിയേഷൻസ്, വിമൻ അസോസിയേഷൻസ് ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തനത്തിനായിട്ട്. ദെൻ യൂണിവേഴ്സൽ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യാവകാശ സംഘടനയാണ് UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഇത്തരത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സും ഇന്ത്യയുമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ദെൻ ആംസ് കൺട്രോൾ. ആംസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ ഈ ആംസ് കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അതായത് ഡിസാർമമെന്റ് എന്ന് പറയുന്ന പോളിസിനെ ഇന്ത്യ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. സ്വയം രക്ഷയ്ക്ക് ആയുധങ്ങൾ ഉപയോഗിച്ചേ തീരൂ എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും ഇന്ത്യ പൂർണ്ണമായിട്ടും എതിർക്കുന്നില്ല. സെൽഫ് ഡിപ്പെൻഡൻസിന്, സെൽഫ് പ്രിസർവേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും നമുക്ക് ആയുധങ്ങൾ രൂപീകരിക്കണം എന്നാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച ആശയം. അതേസമയം ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നതിന്റെ പിന്നാലെ അതൊരു ക്രേസ് ആയിട്ട് കൊണ്ടു നടക്കുന്നതിനെ ഇന്ത്യ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. മാഡ് ആംസ് റേസ്, അതായത് കോൾഡ് വാറിന്റെ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ US-ഉം USSRും തമ്മിൽ നിരന്തരം ആയുധങ്ങൾ ഉണ്ടാക്കുക, പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളൊരു മത്സര ബുദ്ധിയോട് കൂടിയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പൂർണ്ണമായിട്ടുള്ളൊരു ഡിസാർമമെന്റ് സാധ്യമല്ല എന്നും ഇന്ത്യ പറയുന്നുണ്ട്. ദെൻ ന്യൂക്ലിയർ ഡിസാർമമെന്റിലും ഇത്തരത്തിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ ന്യൂക്ലിയർ എനർജി USA-യും USSRും അധികാരവും ഡൊമിനൻസ്, ഈ ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് എന്താണ്? ഡൊമിനൻസ് ആണ്. അവരൊരു ഏതാണ് ഏറ്റവും ഉയർന്നത്, പവർ, അവർക്കുള്ള കഴിവുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് ഒരു പരിധി കഴിയുമ്പോൾ അതെന്താകുന്നുണ്ട്? ലോകത്തിന് തന്നെ ദോഷമായിട്ട് വരുന്നത്. പരസ്പരം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇത് ഉപയോഗിക്കും. അത് ലോകത്തിന് തന്നെ ആപത്ത് നിറഞ്ഞതാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുന്നത് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിന് ഒരു കൺട്രോൾ, ഒരു റെസ്ട്രിക്ഷൻ ആവശ്യമാണെന്ന് ഇന്ത്യ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം പൂർണ്ണമായിട്ട് നിരോധിക്കണമെന്ന് പറയുന്നുമില്ല. ഓക്കെ, അടുത്തൊരു പോയിന്റാണ് ഇന്ത്യയുടെ മറ്റ് ഇന്റർനാഷണൽ ഫോറംസ് വെച്ചിട്ടുണ്ടെങ്കിൽ UN-നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അസോസിയേഷനിലൊക്കെ ഇന്ത്യ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. യുനെസ്കോ, UNICEF, IMF, ILO, WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ ഇന്ത്യക്ക് അതിൻ്റെതായ പങ്കുണ്ട്. ലേബർ ഓർഗനൈസേഷനുമായിട്ട് ഇന്ത്യ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ, എക്കണോമിക് കാര്യങ്ങൾ, ഇതിലൊക്കെയും ഇന്ത്യ അതിൻ്റെതായിട്ടുള്ള പങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പങ്ക് കൊടുക്കുകയും അതിൽ നിന്ന് ഇന്ത്യ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേൾഡ് ബാങ്കിൽ നിന്നല്ല ഇന്ത്യ കടമെടുത്തുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുക, ഇവിടുന്ന് ഗോൾഡ് അവിടെ നിക്ഷേപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇത്തരത്തിലാണ് ഇന്ത്യ വിദേശ സംഘടനകൾ അല്ലെങ്കിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട്, വിവിധ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത്. താങ്ക് you.